കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഐഫോണിൻ്റെ ഫയൽ ട്രാൻസ്ഫർ ചെയ്യുന്ന വീഡിയോയ്ക്ക് തുടർച്ചയായി ഇന്നത്തെ വീഡിയോയിൽ ഐഫോണിൻ്റെ കീപാഡ് പാസ്വേഡ് മറന്നു പോവുകയോ തെറ്റിച്ചടിച്ച് ഡിസേബിൾ ആകുകയോ ചെയ്ത ഫോണുകൾ റീസ്റ്റോർ ചെയ്യുന്നതിനെ കുറിച്ചാണ്. അതിനായി കമ്പ്യൂട്ടറിൽ ഐട്യൂൺസ് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഫോണിനെ DFU മോഡിലേക്ക് മാറ്റേണ്ടതുണ്ട്. ഓരോ മോഡൽ ഐഫോണിലും DFU കീകളെ കുറിച്ച് ഫോൺ റീബൂട്ട് ചെയ്യുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 8 മുതൽ മുകളിലേക്കുള്ള പുതിയ തരം ഫോണുകളാണ് റീസ്റ്റോർ ചെയ്യുന്നതെങ്കിൽ കമ്പ്യൂട്ടറുമായി കേബിൾ വഴി കണക്ട് ചെയ്ത ശേഷം വോളിയം അപ്പ് പ്രസ് ചെയ്ത് വിട്ട് ഡൗൺ പ്രസ് ചെയ്ത് വിട്ട് പവർ ബട്ടൺ ലോങ് പ്രസ് അടിച്ച് പിടിച്ചാൽ ഒരു കേബിൾ സിമ്പൽ വരുന്ന DFU മോഡിലേക്ക് മാറുന്നതാണ്. ഈ സമയത്ത് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഐട്യൂൺസ് ഓപ്പൺ ആയി റീസ്റ്റോർ, അപ്ഡേറ്റ് എന്ന 2 ഓപ്ഷൻ കാണാം. ഇതിൽ റീസ്റ്റോർ സെലക്ട് ചെയ്യുക. തുടർന്ന് വരുന്ന പോപ്പപ്പ് വിൻഡോയിലും റീസ്റ്റോർ സെലക്ട് ചെയ്യുക. നാം റീസ്റ്റോർ ചെയ്യുന്ന മൊബൈലിൻ്റെ മോഡൽ മാറുന്നതനുസരിച്ചും അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ വേർഷൻ മാറുന്നതനുസരിച്ചും ഓരോ പ്രാവശ്യവും കമ്പ്യൂട്ടറിൽ ഫയലും ഡൗൺലോഡ് ആവേണ്ടതുണ്ട്. 6.1 എന്ന പുതിയ ഫയൽ ഡൗൺലോഡ് ചെയ്യാനുള്ള വിൻഡോ ഇതിൽ നെക്സ്റ്റ് കൊടുക്കുക. അടുത്തതായി വരുന്ന വിൻഡോയിൽ എഗ്രിയും കൊടുക്കുക. ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഫയലിന്റെ MB കുറിച്ചും സമയത്തെക്കുറിച്ചും ഇവിടെ കാണിക്കുന്നുണ്ട്. ഫയൽ ഡൗൺലോഡിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ മൊബൈൽ ഡിസ്കണക്ട് ചെയ്യാവുന്നതാണ്. റീസ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഐഫോണിൽ ലോഗിൻ ചെയ്തിട്ടുള്ള iCloud യൂസർ നെയിം പാസ്വേഡ് നിർബന്ധമായി അറിയേണ്ടതാണ്. കാരണം റീആക്ടിവേഷൻ ചെയ്യുന്ന സമയത്ത് പഴയ യൂസർ നെയിം പാസ്വേഡ് നിർബന്ധമായി വരും. ഡൗൺലോഡിംഗ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി മൊബൈൽ പഴയ പോലെ വീണ്ടും DFU മോഡിലാക്കി ഐട്യൂൺസുമായി കണക്ട് ചെയ്യുക. നിങ്ങളുടെ ഫോൺ റീസ്റ്റോർ ആണോ അപ്ഡേറ്റ് ആണോ ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ വെച്ച് സെലക്ട് ചെയ്യുക. പാസ്വേഡ് മറന്നു പോവുകയോ ഡിസേബിൾ ആവുകയോ ചെയ്യാതെ നോർമലായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഫോണാണ് നിങ്ങൾ സോഫ്റ്റ്വെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ DFU മോഡിലേക്ക് മാറ്റാതെ തന്നെ നേരിട്ട് ഐട്യൂൺസ് കണക്ട് ചെയ്തും അപ്ഡേറ്റും റീസ്റ്റോറും ചെയ്യാവുന്നതാണ്. അപ്ഡേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫോണിലെ ഫയലുകളൊന്നും നഷ്ടപ്പെടാതെ തന്നെ ലേറ്റസ്റ്റ് ഫയൽ ഇൻസ്റ്റാൾ ആവുന്നതാണ്. ഐഫോണിൻ്റെ ഡാറ്റാസ് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ബാക്കപ്പ് ചെയ്യുന്നതും തിരിച്ച് റീസ്റ്റോർ ചെയ്യുന്നതിനെ കുറിച്ചും വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ കാണുക. പാസ്വേഡ് മറന്നു പോവുകയോ ഫോൺ ഡിസേബിൾ ആവുകയോ ചെയ്ത ഫോണുകൾ നിർബന്ധമായും റീസ്റ്റോർ ചെയ്യേണ്ടതാണ്. എന്നുവെച്ചാൽ ഫോണിലുള്ള എല്ലാ ഡാറ്റാസും അതുവഴി നഷ്ടപ്പെടും. റീസ്റ്റോറിങ്ങിൻ്റെ സ്റ്റാറ്റസ് ഫോണിലും ഐട്യൂൺസിലും കാണിക്കുന്നതായി കാണാം. ഈ സമയത്ത് ഒരു കാരണവശാലും ഡാറ്റ കേബിൾ ഇളകുകയോ ഊരിപ്പോവുകയോ ചെയ്യരുത്. അതുകൊണ്ട് തന്നെ ഗുണമേന്മയുള്ള ഡാറ്റ കേബിൾ മാത്രം ഉപയോഗിക്കുക. ഫോണിൽ വേണ്ടത്ര ബാറ്ററി ചാർജ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തി മാത്രം സോഫ്റ്റ്വെയർ ചെയ്യുകയും ചെയ്യുക. അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്തായാലും ബാറ്ററിയുടെ കാരണത്താലോ കേബിളിൻ്റെ കാരണത്താലോ എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ ഫോണിലെ ഡാറ്റാസ് നഷ്ടപ്പെടാൻ സാധ്യത ഉള്ളതിനാൽ ഫോണിൽ നിന്നും ബാക്കപ്പ് എടുത്തു വെച്ചതിന് ശേഷം മാത്രം അപ്ഡേറ്റ് ചെയ്യുക. ഐട്യൂൺസ് ഉപയോഗിച്ച് ഐഫോണിലെ ഡാറ്റാസ് ബാക്കപ്പ് ചെയ്യുന്നതിനെ കുറിച്ചും ഫോണിലേക്ക് റീസ്റ്റോർ ചെയ്യുന്നതിനെ കുറിച്ചും ഞാൻ ചെയ്ത വീഡിയോ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഐഫോണിനെ കുറിച്ചുള്ള ഒരുപാട് വീഡിയോകൾ ഇതിനു മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണുക, ഷെയർ ചെയ്യുക. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക. സംശയങ്ങളും ഉപദേശ നിർദ്ദേശങ്ങളും അറിയിക്കുകയും ചെയ്യുക. നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഫോട്ടോസ്, വീഡിയോസ്, MP3 സോങ് എന്നിവ നമ്മുടെ മൊബൈലിലേക്ക് ചേർക്കുന്നതും MP3 സോങ് ഐഫോണിൽ എങ്ങനെ റിംഗ് ടൂണായി സെറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചുമുള്ള വീഡിയോ അടുത്തതായി ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഷെയർ ചെയ്യപ്പെടേണ്ട വീഡിയോസ് ഷെയർ ചെയ്യുക. ലൈക്ക് ചെയ്യേണ്ട വീഡിയോസ് ലൈക്കും അൺലൈക്ക് ചെയ്യേണ്ടത് അൺലൈക്കും ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഇതുവരെ സ്വന്തം ആപ്പിൾ ID ഉപയോഗിച്ചല്ല ഫോൺ ഉപയോഗിച്ചിരുന്നത് എങ്കിലോ പുതിയ ഒരു ഐഫോൺ യൂസർ ആണെങ്കിലോ നിർബന്ധമായും സ്വന്തമായി ഒരു ആപ്പിൾ ID ക്രിയേറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം മറ്റുള്ളവരുടെ യൂസർ നെയിം, പാസ്വേഡ്, ഫോൺ നമ്പർ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. ഇനി ഫോണിൽ നോട്ട്സിലോ സ്ക്രീൻഷോട്ടിലോ നോട്ട് ചെയ്ത് വെച്ചതാണെങ്കിലും ഫോൺ റീസ്റ്റോർ ചെയ്യുന്നതോടുകൂടി അത് നഷ്ടപ്പെടുകയും ചെയ്യും. ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഫോൺ ആക്ടിവേഷൻ ചെയ്യാൻ പോലും കഴിയാതെ ഉപയോഗശൂന്യമായി പോവാറുണ്ട്. പേഴ്സണൽ മെയിൽ ID, ഫോൺ നമ്പർ, സ്വന്തം യൂസർ നെയിം വെച്ച് സ്വന്തമായി ക്രിയേറ്റ് ചെയ്ത ആപ്പിൾ IDകൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഒരിക്കലും വരില്ല. കാരണം മെയിൽ വെരിഫിക്കേഷനും ഫോൺ നമ്പർ വെരിഫിക്കേഷനും സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസും എല്ലാം നമ്മുടെ കയ്യിൽ
കയ്യിൽ ഉള്ളതായതിനാൽ റീആക്ടിവേഷൻ വളരെ എളുപ്പത്തിൽ ചെയ്യാം. ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഐക്ലൗഡിൻ്റെ പാസ്വേഡ് മറന്നു പോവുകയോ ആപ്പിൾ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച ഫോൺ നമ്പർ അറിഞ്ഞിരിക്കെ പക്ഷേ OTP വരാൻ വഴിയില്ലാത്ത അക്കൗണ്ടുകളെ പാസ്വേഡ് ചേഞ്ച് ചെയ്യുന്നതിനും ഫോൺ നമ്പർ ചേഞ്ച് ചെയ്യുന്നതിനെ കുറിച്ചും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണുക. ഈ മെത്തേഡ് വഴി എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ നാം പുതുതായി രജിസ്റ്റർ ചെയ്യുന്ന ഫോൺ നമ്പറിലേക്ക് വെരിഫിക്കേഷൻ തരാൻ ആപ്പിൾ സെർവർ കൂടുതൽ സമയം എടുത്തേക്കാം. എന്നാലും മുതൽ മുടക്കില്ലാത്ത നല്ലൊരു ഓപ്ഷനാണിത്. അതുകൊണ്ട് ഫോൺ നമ്പർ ചേഞ്ച് ചെയ്യേണ്ടവരും പാസ്വേഡ് ചേഞ്ച് ചെയ്യേണ്ടവരും ഈ ഓപ്ഷൻ ഉപയോഗിക്കുക. ഐഫോൺ റീസ്റ്റോറിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാവെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ARM ടിപ്സ്.